ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് മൾബറി ഉണ്ട്, അതൊക്കെ പറിച്ചെടുക്കാൻ പോവാണ്. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് ഒരു ജാം ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ മൾബറി ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. നമുക്ക് മൾബറി വെച്ച് മൾബറി ജ്യൂസ് ഉണ്ടാക്കാം, സ്മൂത്തി ഉണ്ടാക്കാം, പുഡിംഗ് ഉണ്ടാക്കാം, ജാം ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് നമുക്ക് മൾബറി വെച്ച് ഉണ്ടാക്കാൻ കഴിയും. മൾബറിയുടെ ഒരു ചെറിയ കമ്പ് കൊണ്ട് നട്ടയാണ്. ഇപ്പോൾ ഒരുപാട് മൾബറിക്കായ ഇങ്ങനെ പിടിച്ചു. ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ കളർ കണ്ടില്ലേ, ആ ചാറിൻ്റെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു പഴമാണിത്. നമുക്ക് ആദ്യം തന്നെ ഈ മൾബറി കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മൾബറി നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച മൾബറി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. മൾബറി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മൾബറി. നമുക്ക് നമ്മുടെ വീട്ടിൽ ചെറിയൊരു മൾബറി കമ്പ് നട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ മൾബറി പറിക്കാൻ കഴിയും. നമ്മൾ കാശ് കൊടുത്ത് സ്ട്രോബെറിയും ബ്ലൂബെറിയും ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ചേർക്കാൻ നമുക്ക് ഇഷ്ടം പോലെ മൾബറി കിട്ടും. വിളർച്ചയ്ക്കൊക്കെ നല്ലതാണ് മൾബറി. നമ്മുടെ കൊച്ചു മക്കൾക്കൊക്കെ ചിലപ്പോൾ അവർ മൾബറി ആയിട്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് മൾബറി, ചിലർക്ക് മൾബറി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാം. ഇതുപോലെ മൾബറി വെച്ച് ജാം ഉണ്ടാക്കി കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്, നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് 2 ചെറിയ പട്ടയും ഗ്രാമ്പും കൂടെ ഇതിൽ ഇട്ട് കൊടുക്കാം, ഒരു ഫ്ലേവറിന് വേണ്ടി. ആവശ്യമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക്. നമുക്ക് ഈ മൾബറി അരയ്ക്കാതെയും ജാം ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ അത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല. ചെറിയ തരി പോലൊക്കെ ഇരിക്കുമ്പോഴേ ചിലർക്ക് അത് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് മധുരവും പുളിയും കൂടെ ഉള്ളൊരു ജാമാണ്. അന്നേരം നമുക്ക് കുറച്ച് മധുരം ചേർക്കാം. ശർക്കരയാണ് ചേർക്കുന്നത്. ചീകി വെച്ച കുറച്ച് ശർക്കരയും കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം. മധുരവും പുളിയും കൂടെ ഉള്ള ഒരു ടേസ്റ്റിലെ ജാമാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് മധുരം ചേർത്താൽ മതി.
ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൽബറി എല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കാം. നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. ഒരു വെറൈറ്റി കളറും നമുക്ക് കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മൽബറി. മൽബറിയൊക്കെ നമ്മുടെ വീടുമുറ്റത്തൊക്കെ ഇപ്പം മഴ സീസണും കൂടെ ആകുമ്പം പെട്ടെന്ന് മഴയത്ത് ഒഴിഞ്ഞ് നശിച്ചു പോകും. നിങ്ങളുടെയും വീട്ടിൽ മൽബറി ഉണ്ടെങ്കിൽ ഇതുപോലൊരു ജാമോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കി നോക്കുക. അത്രയ്ക്ക് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മൽബറി. ഈ മൽബറിയൊക്കെ നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. കുട്ടികളുടെയും മുതിർന്നവരിലും ഒക്കെ ഉണ്ടാകുന്ന വിളർച്ചയ്ക്കൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ്. നമുക്ക് ₹1 പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസാക്കി കുടിക്കുകയോ ജാമാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മക്കൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കാൻ കഴിയും. നല്ല തിക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ജാമ. നാരങ്ങയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു മണമാണ് കിട്ടുന്നത്. ഈ ജാമിൽ നമ്മൾ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല. നല്ല ഡാർക്ക് കളറിലെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ജാം കാണിക്കാം. നമ്മുടെ മൽബറി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മൽബറി ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ മൽബറി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ജാം ഉണ്ടാക്കി നോക്കണം.
ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഇത്രയും ജാമൊന്നും എടുക്കണമെന്നൊന്നുമില്ല, കുറച്ച് ജാമൊക്കെ എടുത്താൽ മതി. പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ജാമിന്. എല്ലാവരും മൽബറി കിട്ടുവാണെങ്കിൽ ഇങ്ങനൊരു ജാമ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.